ഉണ്ട്, ഭാരവാഹികളുണ്ട്, എല്ലാം ചർച്ച ചെയ്ത് ഈ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോ ഏറ്റവും കൂടി ഈ ഷെയർ ഉണ്ടായി, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ വരുന്നത് 250 കോടിയാണ്. കേരള ഗവൺമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിഭാഗത്തിലാണുള്ളത്. അത് ബാക്കിയുള്ള അതുകൊണ്ടാണ് ഇപ്പം സെക്രട്ടറി പറഞ്ഞത്, നമ്മളൊരു ന്യായമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു നോമിനി, എ പേഴ്സൺ, അതായത് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കമ്മിറ്റി ആരാണോ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ടല്ല, കാലകാലങ്ങളിൽ മാറ്റങ്ങളിൽ പ്രതിനിധി ഉണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ അവിടെ ബോർഡിൽ ഒരു കാര്യങ്ങളും ഇത്തരത്തിലുള്ള സീരിയസ് ഡിസ്കഷൻസ് ആർ നോട്ട് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബോർഡ് മീറ്റിംഗ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു രീതി മാറ്റണം. ഒരുപാട് ശുദ്ധീകരണങ്ങൾ വരണം. ഈ എയർപോർട്ട് വലിയ രീതിയിൽ കൊണ്ടുവരണം. ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായിട്ട് നോൺ ഓപ്പറേഷണൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഉള്ള കെട്ടിടങ്ങൾ ലീസിന് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ വളരെയധികം അപാകതകൾ, അഴിമതികൾ ആരോപിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ വിജിലൻസ് പോലും എൻക്വയറി വരാൻ സാധ്യതയുള്ളതാണ്. ഇതില്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു മാസത്തിന് വന്നിട്ടുള്ള വി ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് കമ്പനി ആക്ടിന്റെ വെബ്സൈറ്റിൽ ഈ ആരോപണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നിർബന്ധപൂർവ്വമുള്ള അന്വേഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ എയർപോർട്ട് നശിക്കലല്ല നമ്മളുടെ ആവശ്യം. നമ്മുടേതാണ് ഇത്. ഷെയർ ഹോൾഡേഴ്സ് പറയുന്ന വി ബിലോങ്സ് ടു, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആളുകളുടെ പണമാണ്, മറ്റുള്ളവരുമുണ്ട്, ഗവൺമെന്റ് നാട്ടുകാർക്ക് മറ്റുള്ള പ്രയോജനങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇതിനെ വളർത്തി ശുദ്ധീകരിച്ചിട്ട്, ഐ അഗൈൻ റിപ്പീറ്റ്, ഇതിനെ വേണ്ടുന്ന രീതിയിൽ ശുദ്ധീകരിച്ചിട്ട് വേണം ഇതിന്റെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് എനിക്ക് അടിമനായിട്ട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ ഇവിടെ പിന്നെ ഇതോടുകൂടി ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഇതിന് വികസനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റിന്റെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വലിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്ത് വലിയൊരു കൺവെൻഷൻ സെന്ററിന് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാനും വലിയൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കണ്ണൂർ എയർപോർട്ടിന്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വലിയൊരു നല്ല രീതിയിൽ ഇതിനെ വെറും ആരോപണങ്ങളല്ല, വികസിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനും കൂടി ഞങ്ങളുടെ അസോസിയേഷൻ സന്നദ്ധമാണ്, തയ്യാറാണ്. അതിന് വർക്കുകൾ പണിപ്പുരയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ